നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2020 കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് സ്വന്തം നാട് വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉപജീവനമാർഗം തേടിപ്പോയ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ കുടുങ്ങിപ്പോയി. അവരുടെ ദുരവസ്ഥ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ സോനു സൂദ് എന്ന നടൻ തന്റെ പണം, സമയം, ബന്ധങ്ങൾ ഇവയൊക്കെ ഉപയോഗിച്ച് ബസ്സുകളും പ്രത്യേക യാത്രാ സൗകര്യങ്ങളും ഒരുക്കി അവരെ സുരക്ഷിതരായി സ്വന്തം നാടുകളിലേക്ക് എത്തുവാൻ സഹായിച്ചു. കൂടാതെ ചികിത്സാ സൗകര്യങ്ങൾ കുറവായിരുന്ന ചില ആശുപത്രികളിലേക്ക് ഓക്സിജൻ സിലിണ്ടർ, എയർ ലിഫ്റ്റ് എന്നിവ എത്തിക്കുകയും അനേകർക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുകയും താമസ സൗകര്യം ക്രമീകരിക്കുകയും ചെയ്തു. ഇത്ര ചെലവ് ചെയ്താൽ എന്ത് ലാഭം എന്ന് ചോദിച്ചവരോട് മനുഷ്യരുടെ പ്രാർത്ഥനയാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. സർക്കാർ അധികാരമോ രാഷ്ട്രീയ പദവിയോ ഒന്നുമില്ലാതിരുന്നിട്ടും അവശ്യ സമയത്ത് സഹായഹസ്തം നീട്ടിയതിലൂടെ അദ്ദേഹം കാണിച്ചു തന്നത് യഥാർത്ഥ സമ്പന്നൻ വലിയ സ്വത്തുവകകൾ കൈവശമുള്ളവരല്ല, മറിച്ച് തന്റെ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം സമ്പുഷ്ടമാക്കുന്നവനാണ് എന്ന സത്യമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വേദഭാഗത്ത് പ്രമാണിയായ ഒരു മനുഷ്യൻ നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യവുമായി യേശുവിന്റെ അടുക്കൽ എത്തുകയാണ്. പുറമെ സമ്പന്നനായിരുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശൂന്യത ഒരുപക്ഷെ അവൻ അനുഭവപ്പെട്ടിരിക്കാം. സമ്പത്തും സമൂഹത്തിൽ മാന്യതയും ഉണ്ടായിരുന്ന, മതനിയമങ്ങൾ പാലിച്ച് ജീവിച്ച ഒരാളാണെങ്കിലും ഹൃദയത്തിൽ സമാധാനം ഉണ്ടാവണമെന്നില്ല. തന്റെ അറിവും പ്രാമാണികത്വവും ധനസമൃദ്ധിയും ഒക്കെ നിത്യജീവൻ ലഭിക്കുവാനുള്ള എളുപ്പ വഴിയായി അയാൾ കരുതിയിരുന്നു എന്നും അറിയില്ല. ശമരിയ പട്ടണത്തിൽ ഉണ്ടായിരുന്ന ആഭിചാരകനായ ശീമോൻ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ദ്രവ്യം കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് നൽകുവാനുള്ള അധികാരം തനിക്കും നൽകണമെന്ന് ആവശ്യപ്പെടുന്നതായി അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസ് അവനോട് പറയുന്നത്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നിരൂപിക്കുന്ന നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്നാണ്. ഇവിടെ യേശു ഈ മനുഷ്യനോട് കൽപ്പനകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ അവൻ പറയുന്നത്, ചെറുപ്പം മുതലേ ഞാൻ ഇതെല്ലാം പാലിക്കുന്നു എന്നാണ്. ഇപ്പോൾ തന്നെ തനിക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് നോക്കി നിന്നവന്റെ ഹൃദയത്തിലേക്കാണ് യേശുവിന്റെ നോട്ടം എത്തി നിന്നത്. കർത്താവ് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം. അവൻ ചോദിച്ചത് നിത്യജീവൻ, യേശു പറഞ്ഞത് തന്നെ അനുഗമിക്കുവാൻ. എന്തൊരു വിരോധാഭാസം! ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാകുന്ന ദാനമാണ് നിത്യജീവൻ എന്നതും ഈ പ്രമാണി മനസ്സിലാക്കിയില്ല. നമുക്ക് സുരക്ഷിതത്വം എന്ന് കരുതി ചേർത്ത് പിടിക്കുന്ന പലതും ദൈവദൃഷ്ടിയിൽ കുറവായി കാണപ്പെടും എന്നതവൻ അറിയാൻ ശ്രമിച്ചില്ല. യേശുവിന്റെ വാക്കുകളോടുള്ള പ്രതികരണം അവന്റെ മനസ്സിന്റെ സങ്കുചിതാവസ്ഥ എടുത്തു കാട്ടുന്നു. നിത്യജീവൻ എന്നത് ഒരാഗ്രഹമായിരിക്കുമ്പോഴും തനിക്കുള്ളതൊന്നും വിട്ടുകളയുവാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. കാരണം സമ്പത്ത് അവന്റെ കൈവശമല്ല, അവൻ സമ്പത്തിന്റെ പിടിയിലായിരുന്നു. അതിനാലാകാം അവൻ ദുഃഖത്തോടെ പിൻവാങ്ങിയത്. ധനസമ്പാദനത്തെ വിമർശിക്കുകയോ ധനവാന്മാരെല്ലാം മോശമാണെന്നോ ഇവിടെ കർത്താവ് പറയുന്നില്ല. സമ്പത്ത് അതിൽ തന്നെ തെറ്റല്ല, ജീവിക്കാൻ അത് ആവശ്യവുമാണ്. എന്നാൽ ദൈവത്തിന്റെ സ്ഥാനം സമ്പാദ്യം കൈവശപ്പെടുത്തിയാൽ നമ്മുടെ ആത്മാവിനെ തന്നെ അത് ശൂന്യമാക്കും. ദുഃഖിതനായി തിരികെ പോയ ആ മനുഷ്യനെ കണ്ടിട്ട് ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് പ്രയാസം എന്നാണ് യേശു പറയുന്നത്. ഇത് ധനസമൃദ്ധിയിൽ ആശ്രയിക്കുന്ന ഹൃദയത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പായി മനസ്സിലാക്കാം. ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് ദൈവശക്തിയാലാണ്, അത് മനുഷ്യനാൽ അസാധ്യമാണ്. ദൈവം ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുമ്പോൾ സ്വാർത്ഥൻ പങ്കിടുന്നവനായും ശേഖരിച്ചു വെക്കുന്നവൻ സമ്പുഷ്ടമാക്കുന്നവനായും മാറും. അടഞ്ഞ കൈകൾ തുറക്കപ്പെടും. ആദിമസഭയിൽ കണ്ടതും ഈ പങ്കുവയ്ക്കലാണ്. തനിക്കുള്ളതെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ച ബർന്നബാസിനെ ദൈവം എടുത്തുപയോഗിച്ചു. ഞങ്ങൾ എല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചു എന്ന പത്രോസിന്റെ വാക്കുകൾക്ക് ദൈവകൃപ നിറഞ്ഞ വാഗ്ദാനമാണ് യേശു നൽകിയിരിക്കുന്നത്. ഈ ലോകത്തിൽ തന്നെയുള്ള ലഭ്യതയും വരുവാനുള്ള ലോകത്തിലെ നിത്യജീവനും. ഇതല്ലേ യഥാർത്ഥത്തിൽ സമ്പുഷ്ടമാക്കുന്ന സമ്പന്നത. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ എന്ന് സദൃശവാക്യം പറയുന്നു. സമ്പത്തിനോട് സമ്പത്ത് കൂട്ടുവാനുള്ള തത്രപ്പാടിലാണ് ഇന്ന് പലരും. ബാങ്ക് ബാലൻസും സ്വത്തുവകകളും സ്ഥാനമാനങ്ങളും ഒക്കെയാണ് ലോകദൃഷ്ടിയിൽ സമ്പന്നതയുടെ അളവുകോൽ.
എന്നാൽ ദൈവരാജ്യത്തിന്റെ കാഴ്ചപ്പാടിൽ നമുക്കുള്ളതിനെ മറ്റൊരാളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥ സമ്പന്നത. യേശു ഇത് പറയുക മാത്രമല്ല, തന്റെ ജീവിതത്തിലൂടെ കാട്ടിത്തരികയും ചെയ്തു. മാനവരാശിയെ സമ്പന്നരാക്കാനായി സ്വയം ദരിദ്രനായി തീർന്ന കർത്താവ് തങ്ങൾക്കുള്ളതിനെ പങ്കുവെക്കുന്നവരും, ആരുമില്ലാത്തവർക്ക് അഭയം നൽകുന്നവരും, ബലഹീനർക്ക് ആശ്വാസമാകുന്നവരും, വിശക്കുന്നവന് അന്നം നൽകുന്നവരും, ഇങ്ങനെ സമ്പുഷ്ടമാക്കുന്നതിലൂടെ സമ്പന്നത അനുഭവിക്കുന്നവർ പലരും നമുക്ക് ചുറ്റുപാടുമുണ്ട്. അവരിൽ ദൈവത്തെ ദർശിക്കുന്നവർ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മുൻഗണനകൾ ഏതിനാണ്? ഏത് രീതിയിൽ സമ്പന്നരാകുവാനാണ് നാം ആഗ്രഹിക്കുന്നത്? ലോകപരമായോ അതോ ദൈവ വിഷയമായോ? നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും ഉപവാസവും നോമ്പുമെല്ലാം വെറും പ്രകടനങ്ങൾ മാത്രമായി തീരുന്നുവോ? യേശു നമ്മോടും പറയുന്നു, ഒരു കുറവ് നിനക്കുണ്ട്. എന്താവും നമ്മുടെ പ്രതികരണം? ആ കുറവിനെ മനസ്സിലാക്കി തിരുത്തുവാനോ അതോ ആ പ്രമാണിയെ പോലെ പിന്തിരിഞ്ഞു പോകുവാനോ? നമ്മുടെ യഥാർത്ഥ സമ്പത്തൊന്ന് പങ്കുവെക്കുവാൻ സാധ്യമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. പണം മാത്രമല്ല, നമ്മുടെ സമയം, കഴിവുകൾ, സാഹചര്യങ്ങൾ, സാധ്യതകൾ തുടങ്ങിയവയെല്ലാം പങ്കുവെക്കപ്പെടേണ്ടവയാണ്. നാം സമ്പാദിച്ചതല്ല, സമ്പുഷ്ടമാക്കിയതാണ് ശാശ്വതമായി നിലനിൽക്കുന്നതെന്ന് മറന്നു പോകരുത്. സാധ്യമായ ചെറിയ സഹായങ്ങൾ പോലും ചെയ്യാതെ പോയ കുറവുകളെ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയാം. കരയുന്നവന്റെ കണ്ണുനീരൊപ്പാതെ, വീഴുന്നവന് താങ്ങാകാതെ, വിശന്നവന് അപ്പം പങ്കിടാതെ, എനിക്കുള്ളതെല്ലാം എന്റേത് മാത്രമെന്ന് അഹങ്കരിച്ച നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാം. സ്വാർത്ഥ ചിന്തകളോട് നോമ്പ് നോറ്റതും ഉപവസിച്ചതും പ്രാർത്ഥിച്ചതുമെല്ലാം പൊറുക്കണമേ എന്ന് ദൈവം മുമ്പാകെ കണ്ണുനീരോടെ നേറ്റു പറയാം. മറ്റെന്തിനേക്കാളും വലുതായി ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാം. നമുക്കുള്ളതിനെ കൂട്ടിവെക്കുവാനല്ല, പങ്കിടുവാനുള്ള മനസ്സോടെ, സഹായിക്കുവാൻ നീട്ടപ്പെടുന്ന കരങ്ങളോടെ, മറ്റുള്ളവരുടെ ഉന്നമനത്തിനായി, അവരെ സമ്പുഷ്ടിയിലേക്ക് നയിക്കുവാനായി നമുക്ക് തീരുമാനമെടുക്കാം. അഹംഭാവം വെടിഞ്ഞ് യഥാർത്ഥമായും കർത്താവിനെ അനുഗമിക്കാം. നിത്യജീവന്റെ അവകാശികളാകാം. കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവീൻ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളിലെ സ്വാർത്ഥ മനോഭാവത്തെ മാറ്റി ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിപ്പാനും മറ്റുള്ളവരെയും കരുതുന്നവരായി പങ്കിടുന്നതിലെ സന്തോഷം അനുഭവിപ്പാനും നിത്യജീവൻ അവകാശികളാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.